എല്ലാവർക്കും നമസ്കാരം. ബാറ്റ്മാൻ സ്ട്രാറ്റജിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വീക്ക്ലി ബേസിസിൽ നമുക്കൊരു 2% വെച്ച് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് 2% നിങ്ങളുടെ ടോട്ടൽ ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ 2% ഏൺ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ മന്ത്ലി അത് എത്ര പെർസെൻറ്റേജായി? 8% ആയി. നിങ്ങളുടെ ടോട്ടൽ ഒരേ ക്യാപിറ്റൽ തന്നെ അതിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വീക്കിലും 2% ടാർഗറ്റ്, 100% 2% നിങ്ങൾക്ക് ഷാർപ്പായിട്ട് ലഭിക്കാൻ പോകുന്നു എന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. ഇത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2% എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. എന്നാൽ ലോസ് വരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ സം ഒക്കേഷൻസ് ചിലപ്പോൾ ലോസ് വന്നു എന്നും വരാം. പക്ഷേ നമ്മളുടെ പ്രോ ട്രേഡേഴ്സൊക്കെ തീർച്ചയായിട്ടും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. വീക്കിലി സ്ട്രാറ്റജി ബേസിസിലാണ്. ഒരാഴ്ചത്തെ അവരുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മൂവ് എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് ഒരു 1.5%-നുള്ളിൽ മുകളിലേക്കോ 1.5%-നുള്ളിൽ താഴ്പോട്ടേക്കോ, 1.5% എന്ന് പറയുന്നത് നിയർലി ഒരു 400 പോയിൻറ്റ്സ്, 350 to 400 പോയിൻറ്റ്സ് അപ്പ് സൈഡ് അല്ലെങ്കിൽ 400 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ഓൺ ആൻ ആവറേജ്. ഇത് ഒരു ബേസിക്, ഒരു ആഴ്ചയിലുള്ളിൽ ഒരു എക്സ്പയറി സ്റ്റാർട്ട് ചെയ്ത് ആ എക്സ്പയറി അവസാനിക്കുന്നതിനുള്ളിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റി മോസ്റ്റ് പ്രോബബിളി അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 2% എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ള കേസാണ് ഞാൻ പറയുന്നത്. 2 to 3% വരെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ സാധ്യതയുണ്ട്. അതും എസ്പെഷ്യലി. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, വിക്സ് ലോ ആകും തോറും നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും, നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം വിക്സ് കുറയും തോറും നമുക്ക് വലിയ വോളറ്റൈൽ മൂവ്സ് ഒന്നും പ്രതീക്ഷിക്കണം. ഇനി വലിയ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വന്നാൽ പോലും അത് സഡൻലി അത് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. സോ അതൊരു പ്രത്യേകത. ഇനി വിക്സ് കൂടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് കുറച്ചും കൂടെ റേഞ്ച് കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രീമിയം കൂടുതലായിട്ട് ലഭിക്കും, റേഞ്ച് കൂടുതലായിട്ട് ലഭിക്കും. ബിക്കോസ് വി ആർ ടാർഗറ്റിംഗ് ഓൺലി 2 to 3% മാക്സിമം പെർ വീക്ക് എന്നുള്ളതാണ്. സോ പെർ വീക്കിന് ബേസിസിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസത്തെ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ പക്ഷം ഓവറോൾ നമുക്ക് ഈവൻ ഏതെങ്കിലും ഒരു വീക്കിൽ ലോസ് വന്നാൽ പോലും ഓവറോൾ ഒരു വീക്ക്, ഒരു മന്ത് നമുക്ക് 5 to 6% ഓവറോൾ ലഭിച്ചാൽ തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്ട്രുമെൻ്റാണ്, പ്രോഫിറ്റ് മേക്കിംഗ് സ്ട്രാറ്റജിയും കൂടിയാണ്. ഓക്കെ, സോ അതെപ്പോഴും നിങ്ങൾ കണക്കാക്കുക. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 5 to 6% പെർ മന്ത് നമുക്ക് ലഭിച്ചാൽ തന്നെ, നിങ്ങളൊന്ന് 5% ലഭിച്ചാൽ തന്നെ നിങ്ങൾ പെർ ആനം എത്രയായി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കൂ. പെർ ആനം 60%. ഈ പെർ ആനം 60% നമുക്ക് റിട്ടേൺ തരുന്ന ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ വേറെ ഏതുണ്ട് പറയൂ? ബാങ്കിൽ കിട്ടുമോ? ലഭിക്കത്തില്ല. നിങ്ങൾ പലിശയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടും, പലിശ മാത്രം കിട്ടും. അത് 5-6 മാസം, അത് കഴിയുമ്പോൾ അതും കിട്ടത്തില്ല, അത് പോവും. വല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ ഫണ്ടിലോ വല്ലയിടത്തും ഇട്ട് കഴിഞ്ഞാൽ 10% പെർ ആനം തരാം, 12% തരാമെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ അവിടെ തള്ളല. ബിക്കോസ് അത്ര 12% പെർ ആനം, അതും കുറച്ച് ദിവസം ഇടും, പിന്നെ അവിടെ അടിയും പിടിയും ബഹളമാവും, പിന്നെ കൈയിട്ട് വാരലും ബഹളമൊക്കെയാണ്. അതൊന്നും വേണ്ട. ഒരു കുഞ്ഞു പോലും അറിയാനും പോകുന്നില്ല, ഒരു മനുഷ്യരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു വർഷം 60% നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു എന്നല്ല. നിങ്ങൾ ഓവർ എ പീരീഡ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 60 അതിന് മുകളിൽ പോകാനുള്ള സാധ്യതയാണ്. ബിക്കോസ് ഇത് ഒരേ ക്യാപിറ്റൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡിപ്ലോയ്മെൻറ്റിന് എത്ര രൂപയാണ് നിങ്ങൾ ആദ്യത്തെ ആഴ്ചയിലും നിങ്ങൾ 54ാമത്തെ അല്ലെങ്കിൽ 52ാമത്തെ ആഴ്ച, അതായത് ഒരു വർഷം 52ാമത്തെ ആഴ്ചയിലും നിങ്ങൾക്ക് ഡിപ്ലോയിഡ് ക്യാപിറ്റൽ സെയിം ആവണമെന്നില്ലല്ലോ. നിങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റ് അനുസരിച്ച് വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? കുറച്ച് ഇൻക്രീസ് അങ്ങനെ വന്നാൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ 5% പോലും വേണ്ട, നിങ്ങൾക്ക് 4%-ന് താഴെ നിങ്ങൾ ലഭിച്ചാൽ പോലും നിങ്ങൾ പെർ ആനം 60 and above% നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് നിഫ്റ്റിയുടെ വലിയ അനാലിസിസ് നടത്തണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇത്തരം നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്താണ് ബാറ്റ്മാൻ സ്ട്രാറ്റജി. ബാറ്റ്മാൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ സ്ട്രാങ്കിൾ സ്ട്രാറ്റജി കേട്ടില്ലേ? ഷോർട്ട് സ്ട്രാങ്കിൾ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഞാൻ പറഞ്ഞു, ഷോർട്ട് സ്ട്രാങ്കിളിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് നമ്മൾ ബാറ്റ്മാൻ സ്ട്രാറ്റജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ
നിങ്ങൾ എയ്തർ സ്ട്രാങ്കിളും നല്ലതാണ്, പക്ഷേ സ്ട്രാങ്കിളിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇത് ബാറ്റ്മാൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ 2 എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കമ്പാരിറ്റീവ്ലി സ്ട്രാങ്കിളിനേക്കാളും കുറച്ച് ഒരു എഡ്ജിലേക്ക് എത്തുമ്പോൾ കുറച്ച് കൂടുതൽ പ്രോഫിറ്റിലേക്ക് സാധ്യത കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിപ്ലോയ്മെൻറ്റ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രൈസിങ്ങിൽ എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമുക്ക് പറയാം. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. നമുക്ക് വേണ്ടുന്നത് ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ആദ്യം എങ്ങനെ ഇത് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ ലെഗ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് 1-2 ഒരു മാസത്തെ നമുക്ക് ടെസ്റ്റും നടത്തി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണം, ടൈമില്ല. ഓക്കെ, സോ സ്ക്രീനിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദെൻ ഡൗൺലോഡ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. ഇമ്മീഡിയറ്റ്ലി നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളുണ്ട്. ദെൻ ചാർട്ട് നോക്കണം, ദെൻ ഓപ്ഷൻ ട്രേഡർ നോക്കാം. ഇനീഷ്യലി നമ്മൾ ഓപ്ഷൻ ട്രേഡറിലേക്ക് പോവാം. ഓക്കെ, കം ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് നമുക്ക് ബാറ്റ്മാൻ സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ബാറ്റ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചു നോക്കുക, 2 ചിറകുകൾ വരും. അതിൽ 2 ചിറകുകളിലും ബാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ടിപ്പിൽ കുറച്ച് മുകളിലേക്ക് പൊന്തി നിൽക്കും അല്ലേ? ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ മതി. ബാറ്റ്മാൻ, ഒരു ബാറ്റിൻ്റെ ഫിഗർ ഇങ്ങനെ ചിറകുകൾ 2 വിരിച്ച് നിൽക്കുന്ന ഒരു ബാറ്റിൻ്റെ ഇത് തലകീഴായിട്ട് കിടക്കുമ്പോഴൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരു ഇമാജിനേഷൻ ചെയ്ത് നോക്കൂ. എനിവേ, നമുക്കിവിടെ ഇമാജിൻ ചെയ്യേണ്ട, നമുക്കിവിടെ റിയലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. എനിവേ, അത് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഇന്ന് എക്സ്പയറി ഡേയിലാണ് നിൽക്കുന്നത്. കറക്റ്റായിട്ടുള്ള ദിവസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്ത ഡേറ്റും കറക്റ്റായിട്ടുള്ള ഡേറ്റാണ്, ബിക്കോസ് ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി എടുത്തു, ആഡ് ന്യൂ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ട് വരുന്നത് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടുത്തെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോകും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടത്? ATM നോക്കുക. ഇപ്പോൾ ATM എത്രയാണ്? 24,450 നിൽക്കുകയാണ്. അപ്പോൾ 450 500 എടുത്തോളൂ. 24,500. നമുക്ക് വേണ്ടുന്നത് ഇന്നത്തെ എക്സ്പയറി അല്ല, നമുക്ക് നെക്സ്റ്റ് എക്സ്പയറി നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് എന്നൊക്കെ ഇത് ഡിപ്ലോയ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പയറി ഡേയുടെ അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്ലോയ് ചെയ്യാം. അതല്ല, എക്സ്പയറി ഡേ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഓഫ് ദി നെക്സ്റ്റ് എക്സ്പയറി, സ്റ്റാർട്ടിംഗ് ഡേയിലെ ആദ്യത്തെ ദിവസം, അത് ഇമ്പോർട്ടൻറ്റ്, കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതും 9:15 തന്നെ ചെയ്യണമെന്നില്ല, 9:45 to 10 o'clockനുള്ളിൽ. എക്സ്പയറി ഡേ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്നാണ്? നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെനസ്ഡേ ആണ്. ഓക്കെ, അത് എല്ലായ്പ്പോഴും അങ്ങനെ വരണമെന്നില്ല. അത് എക്സ്ചേഞ്ച് മാറ്റുകയാണെങ്കിൽ ആ ഡേറ്റ് മാറുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാൽ മതി. വെനസ്ഡേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെനസ്ഡേ രാവിലെ 10 മണിക്കുള്ളിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 10 മണിക്കുള്ളിലാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ 24,450 എന്നുള്ള 500 എടുത്തുള്ളൂ. അവിടെ നിന്നും രണ്ടും ഔട്ട് ഓഫ് ദ മണി തന്നെയാണ്. എല്ലാം ഇതിനകത്തുള്ള എല്ലാം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണിയിലെ ലെഗ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടുന്നത്. ഇനി അടുത്ത് സെലക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് വിഷയം എന്താണ്? നമുക്ക് പ്രീമിയം കൂടി നോക്കണം. മാക്സിമം നമുക്ക് ഒരു കുറഞ്ഞ പക്ഷം നമുക്ക് 25 rupees പ്രീമിയം ലഭിക്കുന്ന ഒരു ലെഗ് എടുക്കുക. അല്ലെങ്കിൽ ഇത് ഏറ്റവും കുറഞ്ഞു പോയാൽ എന്താ പ്രശ്നം വെച്ചാൽ പ്രോബബിലിറ്റി ഇപ്പോൾ 25,000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? 500 പോയിൻ്റ് അപ്സൈഡ്. അത് തന്നെ ഏതാണ്ട് 2% നമുക്ക് അപ്സൈഡിൽ ഇപ്പോൾ പോയാലും ഡൗൺ സൈഡിൽ പോയാലും നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് 99% നിങ്ങൾക്ക് ഇത് ലാഭം കിട്ടാൻ സാധ്യതയുള്ളത്. നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കൂ, ഇതിലിപ്പോൾ 15 rupees ഉള്ളൂ ഒരു ലെഗിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത. 15 into 65 എന്ന് പറയുമ്പോൾ എത്ര വരും? 9,000 rupees പോലും വരില്ല. അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. എന്തായാലും നമ്മൾ അതിനെ തന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. നോക്കൂ, ഇതിൻ്റെ 2 ലോട്ടാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 15 rupees into 2 ഉണ്ട്. അപ്പോൾ അത് 30 rupees ആവും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇത് ഞാൻ 500 points ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അതേമാതിരി 500 എന്ന് പറയുമ്പോൾ 24,000 അതിൽ പ്രീമിയം അത്യാവശ്യമുണ്ട്. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുക? ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് സ്ട്രൈക്കാണ് ഔട്ട് ഓഫ് ദ മണിയുടെ സ്ട്രൈക്ക് എടുക്കുന്നത്. പുട്ട് ഓപ്ഷനിൽ 500 points ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ, 500 points ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ. ഓരോന്നും നമ്മളിപ്പോൾ സെല്ലിൽ ചെയ്ത ശരിക്കും ചെയ്യേണ്ടത് എത്രയാണ്? 2 ലെഗാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. എത്രയാണ്? 2 ലെഗ് സെല്ല് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് അതിലൂടെ സെലക്ട് ചെയ്ത് പറ്റി. ഇനി ഇവിടെ നമുക്ക് ഞാൻ ലോട്ടിനെ 2 ആക്കി. 2 ലോട്ട് വെച്ച് നമ്മൾ സെല്ല് കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഇനി വീണ്ടും അതിലേക്ക് പോവാം. എക്സ്പയർ ചൂസ് ചെയ്യുക. അടുത്ത എക്സ്പയർ ചൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്ത പുട്ട് ഓപ്ഷനിൽ നമ്മൾ 24,000 എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തെ
എന്താ ചെയ്യുക, ഇപ്പോൾ 24,050 അതിൽ ഒരു ലെഗ് നമ്മൾ എന്ത് ചെയ്യുക, ബൈ കൊടുക്കുക. ഇവിടെ ഒരു ലെഗ് ബൈ കൊടുക്കുക. അതേമാതിരി അപ്പോൾ കോൾ ഓപ്ഷനിലോ നമ്മൾ 25,000 കൊടുത്തിരുന്നു. ഇതാ 25,000 എവിടെയാണ് 25. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ളത് എത്ര, 24,950 ഒന്ന് ബൈ കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്സ് ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. നോക്കൂ, ബാറ്റ്മാൻ്റെ ഒരു ഏതാണ്ട് ബാറ്റ്മാനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കരുതിക്കൊണ്ടാൽ മതി. കണ്ടോ, ചിറകിൻ്റെ രണ്ടറ്റം പൊന്തി നിൽക്കുന്നു. സോ ഇവിടെ നിന്ന് ഇതുവരെ ഇതിൻ്റെ റൂൾ എന്താണ്, അതായത് നമ്മൾ പ്രൈസ് നിൽക്കുന്നത് കൃത്യമായിട്ടും ഇവിടെ നിൽക്കുകയാണ്. അടുത്ത ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്ന് ട്യൂസ്ഡേ ആണ്, ഇന്ന് മുതൽ ഇപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണ്. ഇന്ന് ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കൂ, ബ്രേക്ക് ഈവൻ കൊടുത്തേക്കുന്നത് 2.24% ആണ്. 2.24 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം നിഫ്റ്റി നിൽക്കുന്ന എത്ര, 24,500 എന്ന് വെച്ചോളൂ. 24,500ൻ്റെ 1% എത്രയാണ്, 245 പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ 245 ഇൻറ്റു എത്ര, 2.24. അതായത് അപ്പ് സൈഡിൽ 550 പോയിൻറ്റ് മുകളിലോട്ടും ഡൗൺ സൈഡിൽ 550 പോയിൻറ്റ് താഴ്പോട്ടേക്കും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് ടോട്ടൽ എത്ര ഒരു 5% അടുപ്പിച്ച് നമുക്ക് നിഫ്റ്റിയുടെ മൂവ് എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ്. ബട്ട് ഒരു സൈഡിൽ 5% പോകുന്ന സാധ്യതയുള്ളൂ. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ, നിഫ്റ്റിയുടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരിക്കലും നിഫ്റ്റി അതായത് നോർമൽ സിനാരിയോയിൽ, ഞാൻ പറയുന്ന അബ്നോർമൽ സിറ്റുവേഷൻസ് വരില്ലേ എന്നൊക്കെ പലരും ഉടനെ ചാടിക്കയറി അടുത്ത ചോദ്യം, അബ്നോർമൽ സിറ്റുവേഷൻ ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പ് തന്നെ ഒരു 3-4% ഒക്കെ വരില്ലേ? വരും. അതൊക്കെ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരും. അപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഭീകരമായിട്ടുള്ള ലോസസിലൊന്നും പോകത്തില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒരു 300-400 അപ്പോട്ടെ 3-4% അപ്സൈഡിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധമായിട്ട് വരുന്ന പിന്നീടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അത് കുറച്ച് റീട്രേസ്മെൻറ്റ് ചെയ്ത് താഴ്പോട്ടേക്ക് വരിക, പിന്നെ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ വരുന്ന അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും ഒരേ കൺസിക്യൂട്ടീവായിട്ട് 3%, 4% എന്ന് പറഞ്ഞാൽ ഒരിക്കലും കയറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. സോ ഇത് തന്നെ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒറ്റയടിക്ക് ഒരു ദിവസം വരുന്ന ഈ പറയുന്ന ഇനി അടുത്ത് വരാൻ പോകുന്ന 5 ദിവസത്തിനുള്ളിൽ അതായത് 550 പോയിന്റ് ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ സംഭവിച്ചാലും പിന്നീടുള്ള 3-4 ദിവസത്തിനുള്ളിൽ അതിന് പിന്നെ തിരിച്ച് കവർ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും. സോ മോസ്റ്റ്ലി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ലോസിൻ്റെ അളവെങ്കിലും തീർച്ചയായിട്ടും വളരെ പരിമിതമായിട്ടുള്ള ലോസേ വരാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. പിന്നെ ബേസിക്കലി മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് തന്നെ കാണിക്കുക. അത് എന്തുകൊണ്ടാണ്? അത് നോക്കൂ, ഇവിടെ നിൽക്കുന്ന നിഫ്റ്റി ഇപ്പോൾ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ 5% എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിനുള്ളിൽ 5% എൻ്റെ ഓർമ്മയിലുള്ള ചരിത്രത്തിൽ എന്തായാലും പോയിട്ടില്ല. വളരെ റെയറസ്റ്റ് കേസസിൽ അതും 5% ഒക്കെ അത് അങ്ങനെ അഥവാ പോവുകയാണെങ്കിൽ അതേപോലെ തിരിച്ച് താഴെ വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ വറി ചെയ്യേണ്ട. അപ്പോൾ ആവറേജ് ചിലപ്പോൾ ഒരു ലോസിലേക്ക് പോവുകയാണ്, ഒരു 6,000-7,000 ചിലപ്പോൾ ലോസ് വന്നൊന്നും വരാം, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷേ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. ഓക്കെ, സോ ഇതിനെന്താ വേണ്ടുന്നത്? ATMൽ നിന്നും നമ്മൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം നോക്കൂ, ഇത് 1.78% ആണ്. അതായത് ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് നമുക്ക് വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും മിനിമം പ്രോഫിറ്റ് എത്രയാണ് നമുക്കിത് കിട്ടാൻ സാധ്യത? ഒരു 2,000. പക്ഷേ ഈ എഡ്ജിലായിട്ട് വരികയാണെങ്കിൽ അത് 4,500 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ആവറേജ് പ്രോഫിറ്റ് എന്ന് നമുക്ക് 4,500 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ബാറ്റ്മാൻ സ്ട്രാറ്റജിയുടെ ഒരു പ്രത്യേകത. ദെൻ ഇതിൻ്റെ റിക്വയർഡ് ക്യാപിറ്റൽ നോക്കൂ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ 2.5 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അത് മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇത് പിന്നെ എൻഡ് ഓഫ് ദ ഡേ, ഒരിക്കൽ കൂടി നമുക്ക് എൻഡ് ഓഫ് ദ ഡേക്ക് പകരം നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കാം. നമുക്ക് ഈ എൻഡ് ഓഫ് ദ ഡേ വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. 23,900 നമ്മൾ 500 പോയിൻറ്റ്സ് 24,500 നമ്മൾ ഒരു രണ്ട് സെല്ല് കൊടുത്തു നിൽക്കൂ. അതേമാതിരി 500 പോയിൻറ്റ്സ് ഔട്ട് 500 അല്ലല്ലോ, നമ്മൾ എത്ര പറഞ്ഞാൽ 50 രൂപ റേഞ്ചിലല്ലേ, 50 രൂപ റേഞ്ചിൽ ഡിലീറ്റ് 250 ആകുമ്പോഴേക്കും 350. ഓക്കെ, 36 റുപ്പീസ് 450 പോയിൻറ്റ് സെല്ല്. അതേമാതിരി ഇവിടെ ഒരു 450 പോയിൻറ്റ് സെല്ല്.
അതിന് 2 ഇൻറ്റു 2 ദെൻ ഓരോ ലെഗ് നമ്മൾ ബൈ, ഇവിടെ ഒരു ലെഗ് ബൈ കൊടുത്തു, അതിൻ്റെ 2 ലോട്ടിന് പകരം ഓരോ ലോട്ടാക്കി. ഇപ്പോൾ ബാറ്റ്മാൻ സ്ട്രാറ്റജിയായി. ഇത് മാക്സ് പ്രോഫിറ്റ്, മിനിമം പ്രോഫിറ്റ് ഇത്ര, നെറ്റ് ക്രെഡിറ്റ് ഇത്രയാണത്. അപ്പോൾ നമ്മൾ ഇതിന് ഒറ്റയടിക്ക് അവിടെ വരെ പോയതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം 600, ഇനി ഒരു ദിവസം 2000, 182 അങ്ങനെയാണ് ഇത് പോയിരിക്കുന്നതുണ്ടോ. അതായത് ഇപ്പോൾ ഓക്കെ ജൂലൈ ഇതിൽ 7-ാം തീയതി രാവിലെ 1300 ലോസ് വന്നുള്ളൂ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പോയപ്പോഴേക്കും അത് ലോസ് കൂടി 4000 ആയി. എന്തായാലും അത് ആ ആഴ്ച ലോസ് തന്നെയാണ്. നമുക്ക് 4000 ആ റേഞ്ച് തന്നെയാണ് ലോസ്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോഫിറ്റ് വന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നോക്കിയത്. ഇനി അടുത്ത എത്രയാണ്, അതിൻ്റെ അടുത്ത വീക്ക് നോക്കാം. ദ വെരി നെക്സ്റ്റ് വീക്ക് നോക്കൂ. ജൂലൈ 7th 14th എക്സ്പയറിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 14th എക്സ്പയറി. ഇപ്പോൾ അന്നത്തെ ATM എത്രയാണ്, 24,500. അപ്പോൾ കറക്റ്റാണ് 24,500. നമുക്ക് ഒരു 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി നമുക്ക് കിട്ടും. നമുക്ക് ഏതാ എക്സ്പയറി എടുക്കേണ്ടത്, നെക്സ്റ്റ് എക്സ്പയറിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. 14th ജൂലൈ എക്സ്പയറി 24,500. അപ്പോഴും ATM അത് തന്നെയാണ്. 500 പോയിൻറ്റ്സ് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പ്രീമിയമേ ലഭിക്കത്തുള്ളൂ. നമുക്ക് കുറച്ച് 26 റുപ്പീസിൻ്റെ ഒരു സെല്ല് കൊടുക്കാം. 2 എണ്ണം കൊടുക്കണം. ആദ്യം ഇവിടെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ അതേമാതിരി ഇവിടെയും ഒരു 29 റുപ്പീസിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ 35 റുപ്പീസിൻ്റെ പ്രീമിയം ഇതൊരു നമ്മൾ ഒരു സെല്ല് കൊടുത്തു. തൊട്ട് താഴെയുള്ളതൊന്ന് ബൈ, ഇവിടെയുള്ളതും ഒന്ന് ബൈ കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ 2 സെല്ലിന് മാത്രം 2 ആക്കുക. അതാ വീണ്ടും ബാറ്റ്മാൻ സ്ട്രാറ്റജി വന്നു. നോക്കൂ, നമുക്ക് ബ്രേക്ക് ഈവൻ എത്ര 1.9% താഴ്പോട്ടേക്ക് ഏതാണ്ട് 2%, 500 പോയിൻ്റ് അടുപ്പിച്ച് താഴ്പോട്ടേക്ക് വരും. 450 പ്ലസ് എന്താണ് താഴ്പോട്ടേക്ക് വന്നാലോ അല്ലെങ്കിൽ 1.7 400 ആൻഡ് എബോവ് പോയിൻറ്റ്സ് അപ്സൈഡ് പോകാനുള്ള പ്രൊട്ടക്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് റിട്ടേൺ എത്രയാണ് 2970 3000 രൂപ അടുപ്പിച്ച് നമുക്ക്, അതായത് റീസണബിൾ ടാർഗറ്റ് മാക്സിമം കിട്ടുകയാണെങ്കിൽ 6000 വരെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അത് എന്നാണ് ജൂലൈ. ഓക്കെ, അത് ഓരോ ദിവസം ചെല്ലുന്തോറും എത്ര വെച്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കി പോകാം. അന്നത്തെ ആ ഒരു കറക്റ്റായിട്ട് 14th വന്നപ്പോഴത്തേക്കും തന്നെ നമുക്ക് 700 റുപ്പീസേ ഉള്ളൂ പ്രോഫിറ്റ്. എന്നാലും നമുക്ക് വീണ്ടും അത് മൈനസിലേക്ക് പോയി. വീണ്ടും 6 റുപ്പീസിലേക്ക് വന്നു, 600ലേക്ക് വന്നു. വീണ്ടും 2 മണിയായപ്പോഴേക്കും അത് 1500ലേക്ക് പോയി. സോ ആ ആഴ്ചയിൽ നമുക്ക് ലോസാണ്. ലോസ് തന്നെ. ഇപ്പോൾ ഇതെത്ര ലോസ്, 1400 രൂപ. ടോട്ടൽ നമുക്ക് അറൗണ്ട് 6000 രൂപ ലോസ്. 2 ആഴ്ചത്തെ നമ്മുടെ ട്രേഡിൽ 6000 രൂപ ലോസ്. 6000 നമ്മൾ നോട്ട് ചെയ്തു, ബുക്ക് ചെയ്യുക, ക്ലോസ്. ബാറ്റ്മാൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 2 ആഴ്ചയും ഫെയിലായിട്ടുണ്ട്. സോ അതിൻ്റെ അടുത്ത ദിവസം ഓപ്പൺ ചെയ്യുക. ടൈം 9:30 കൊടുക്കുക. 9:45 കൊടുത്താലും മതി. 9:30 അപ്രോക്സിമേറ്റ്. നമ്മൾ ടെസ്റ്റിംഗ് തന്നെയാണല്ലോ. നമ്മൾ ടെസ്റ്റ് ചെയ്തു. സോ ബാറ്റ്മാൻ സ്ട്രാറ്റജി ബേസിസിൽ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 28 റുപ്പീസ് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന്, അല്ലെങ്കിൽ 21 സെല്ല് എത്ര 450 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ആൻഡ് 450 റുപ്പീസ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ. എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. ദെൻ ഓരോ ലെഗ് നമ്മളിവിടെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് നമ്മൾ ബൈയും ചെയ്യുക. എന്നിട്ട് സെൽ ലെഗ് ഓരോന്നും ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറ്റ്മാൻ സ്ട്രാറ്റജിയായി. സോ ബാറ്റ്മാൻ സ്ട്രാറ്റജി നമ്മൾ കഴിഞ്ഞ 2 ഇതിൽ നമ്മൾ 6000 രൂപ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇത് നമുക്ക് മാക്സിമം 3000 രൂപ തിരിച്ച് ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സംഭവിച്ചത് ലോസ് എന്ന് പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. 2 വട്ടം ലോസ് സംഭവിച്ചു. ബുക്ക് ചെയ്യുക. ഇത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നോക്കൂ, ഇത് എന്നാണ് എക്സ്പയറി വരുന്നത്, 21st of July എക്സ്പയറി. ഓക്കെ, 21st ജൂലൈയിൽ എക്സ്പയറിയാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. 1100, 2500. നോക്കൂ, കറക്റ്റായിട്ട് അതേ 3000 രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കണം. അത് എൻഡ് ഓഫ് ദി ഡേ ആയിട്ടില്ല. സോ 30 മിനിറ്റ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2900 3000 റുപ്പീസാണ് പ്രോഫിറ്റ് വരേണ്ടുന്നത്. 2919, ഓൾമോസ്റ്റ് 3000. ഇപ്പോൾ 2965, 71 ഓൾമോസ്റ്റ് 2960
64 റുപ്പീസ്, ഓൾമോസ്റ്റ് 3000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ് പോയ 6000-ൽ 3000 രൂപ തിരിച്ചു വന്നു. പോട്ടെ, 2750 തിരിച്ചു വന്നു എന്ന് കണക്കാക്കിയാൽ മതി. ബാക്കി നമുക്ക് ആ മൂന്നാമത്തെ ആഴ്ച എത്തിയപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ 2 ആഴ്ചത്തെ ലോസ് നമുക്ക് കട്ടായിട്ട് അതിൻ്റെ പകുതിയായി എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ദിസ് വീക്ക് ഹോൾ ഈ മുഴുവൻ എമൗണ്ടും നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 2.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പാഠം. സേഫായിട്ട് വെക്കുക. സോ ദിസ് വീക്ക് നമുക്ക് പ്രോഫിറ്റ്, അതേ പ്രോഫിറ്റ് എത്ര വന്നു, 3000 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, സോ ഇനി അടുത്ത വീക്ക് നോക്കുക. ഇപ്പോൾ നമ്മൾ അടുത്ത വീക്ക് എന്ന് പറയുന്നത് ആ എക്സ്പയറി എപ്പോഴാണ്, 28th എക്സ്പയറി വരുന്നതാണ്. ടൈം 9:30 നോക്കുക. 9:30 വന്നു കഴിഞ്ഞാൽ സോ വീണ്ടും അപ്പോൾ ATM എത്രയാണ്, 24,050. 24,000 റേഞ്ച് വെച്ചോളൂ. അപ്രോക്സിമേറ്റ്ലി 24,000 ആ സമയത്ത് 24,000-ൽ നിന്നും 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി പോയാൽ നമുക്ക് എത്ര കിട്ടും? പ്രീമിയം നോക്കൂ, 24 രൂപയുണ്ട്. 2 ലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെല്ല് ചെയ്യണം. 500 അല്ല 24,500-ഉം ഇപ്പുറത്ത് 24 വന്നു കഴിഞ്ഞാൽ എത്ര വരും? സോറി 24 ആകുമ്പോൾ 23,500. 23,500-ന് 21 റുപ്പീസേ ഉള്ളൂ. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്ക് കൺസർവേറ്റീവായിട്ട് നോക്കാം. കൂടുതൽ നമുക്ക് ലാഭം കൂടുതൽ വേണ്ട, പക്ഷെ കിട്ടുന്നത് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടുക എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് കുറച്ച് വൈഡ് റേഞ്ചിൽ എന്നിട്ട് ഒരു ബൈ തൊട്ടടുത്തുള്ള ലെഗിനെ നമ്മൾ എന്ത് ചെയ്തു, ബൈയും ചെയ്തു. സെൽ ലെഗിന് ഓരോ ലെഗിന് നമ്മൾ 2 ആക്കി. സോ നമ്മുടെ റേഞ്ച് എത്രയാണ് ഇപ്പോൾ? 2.6% അപ്സൈഡും 2.2% ഡൗൺ സൈഡും നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ വീക്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് മാക്സിമം കിട്ടാൻ മാക്സിമം പ്രോഫിറ്റ് 5,500 ആണ്. റീസണബിൾ കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണ്? ഇതിനുള്ളിൽ നിന്നാലുള്ള പ്രോഫിറ്റ് 2,250 രൂപ. 2,250 രൂപ നമുക്ക് കിട്ടിയാൽ ഈ പ്രോഫിറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നീക്കി നോക്കാം. ഓരോ ദിവസം കഴിയും തോറും എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ലോസ് പ്രോഫിറ്റ് 1,800 രൂപ പ്രോഫിറ്റ്, 2,250 മാക്സിമം പ്രോഫിറ്റ്. ഇപ്പോൾ തന്നെ 28-ാം തീയതി എക്സ്പയറി ഡേറ്റ് അന്ന് രാവിലെ തന്നെ നമുക്ക് എത്രയായി? 2,130 രൂപയും നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് വന്നു. ഇനി 30 മിനിറ്റ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം കിട്ടേണ്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 2,250 റുപ്പീസ് പ്രോഫിറ്റ്. അതാ 2,250 റുപ്പീസും നമ്മളിതാ കയ്യിൽ വന്നു കഴിഞ്ഞു. 2,230 ഇത് സിമുലേറ്റേഴ്സാണ്, അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരും. പക്ഷേ എത്ര കിട്ടേണ്ടതുണ്ടോ അത്രയും നമുക്ക് ഫുൾ പൈസയും നമുക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ 2,250 റുപ്പീസ് നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ലോസ് പോയത് ഈ മാസം അപ്പോൾ നെക്ക് ടു നെക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഹോൾ മന്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴും നമ്മൾ ടോട്ടൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 500-600 രൂപ നമ്മളിപ്പോഴും ലോസിൽ തന്നെ ആയിരിക്കാം. ദാറ്റ്സ് ഫൈൻ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മാസത്തിൻ്റെ സിറ്റുവേഷൻ. ഒരു മാസത്തിൽ നമ്മൾ ട്രേഡിലേക്ക് പോയി യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? ചുമ്മാ നിങ്ങൾക്ക് ഞാനൊരു സ്ട്രാറ്റജി പഠിപ്പിച്ച് തരാൻ വന്നിരുന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് കെട്ടിവിട്ട കുതിരയെ പോലെ ആയിപ്പോകും. നമ്മൾ ഒരേ ഡയറക്ഷനിൽ പോകാൻ നമുക്കൊന്നും പറ്റത്തില്ല. നമുക്ക് ചുറ്റുപാടും മനസ്സിലാക്കുക, സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതേ രീതി നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഒരു മാസവും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇതിനെ നമുക്ക് 1 മന്തും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജൂലൈ ടെസ്റ്റ് ചെയ്തു, ജസ്റ്റ് ബിഫോർ ജൂൺ മന്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജൂൺ മന്തിൻ്റെ ഫസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് 2nd ജൂണിൻ്റെ എക്സ്പയറിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. 9:30 വന്നു. നമുക്ക് ബാറ്റ്മാൻ സ്ട്രാറ്റജി നമുക്ക് ഫാസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് ബാറ്റ്മാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. ഇത് ക്വിക്ക് ആയിട്ടുള്ള 250 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി. 250 അതിൽ നിന്ന് 1 സ്റ്റെപ്പ് ഇൻ ദ മണിയിൽ എന്ത് ചെയ്തു, 2 ലോട്ട് ബൈ ചെയ്തു. 250 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ, 250 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനിൽ 2 ലെഗ് സെല്ല് ചെയ്തു. അതിന് തൊട്ടടുത്തുള്ള ഒരു ലെഗിന് നമ്മൾ ബൈ ചെയ്യുക. ഓരോ കോൾ ഓപ്ഷൻ്റെ ഒരു ലെഗും പുട്ട് ഓപ്ഷൻ്റെ ഒരു ലെഗും ബൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ട് ഉണ്ടാകുന്നു. മാക്സിമം ക്രെഡിറ്റ് നമുക്ക് 7,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, മിനിമം 7,000, മാക്സിമം 10,000. പക്ഷേ അതിന് ഈ റേഞ്ചിൽ വന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. മാക്സിമം 1.8% അപ്സൈഡും 1.7% ഡൗൺ സൈഡുമാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രോഫിറ്റിൻ്റെ അളവ് കൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിൻ്റെ അളവ് കുറയും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ദോഷവശം. ഇങ്ങനെ തന്നെ ബിൽഡ് ചെയ്യാമെന്നല്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ 250 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് ആ 250ക്ക് പകരം 300 or
400 ഒക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് വൈഡർ സ്പ്രെഡ് കിട്ടും നമുക്ക്. പക്ഷേ ബൈ ഡിഫോൾട്ട് ഇത് വെച്ച് തന്നെ നമുക്ക് ഒന്ന് നോക്കി നോക്കാം എന്തായിരിക്കും സംഭവിക്കുക. സോ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രോഫിറ്റ് ലോസ് ഇതാ നോക്കൂ, ഒറ്റയടിക്ക് ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നോക്കൂ, ലോസ് നോക്കൂ, ഹെവി ലോസിലേക്ക് പോയി. അത് എപ്പോഴാണ് എക്സ്പയറി ഡേറ്റ് അന്ന് വന്നപ്പോഴേക്കും അത് ലോസ് നോക്കൂ 7000 11,000 മാക്സിമം ആ 12 മണി ഒക്കെ ആയപ്പോഴേക്കും അത്ര തന്നെ അത് പക്ഷെ കുറഞ്ഞു. നോക്കൂ, എക്സ്പയറി ഡേറ്റ് ഫൈനൽ മൊമെൻറ്റിൽ 1 മണി 2 മണി 2:30 മണി വീണ്ടും ആ 2 മണിയൊക്കെ 11,000 ലോസ് ഉണ്ടായിരുന്നത് 2,000 രൂപ ആ റേഞ്ചിലേക്കൊക്കെ കഴിഞ്ഞു. 3 മണി ആയപ്പോഴേക്ക് 2,000 ലോസ്. പക്ഷേ തൊട്ട് മുന്നത്തെ ഒരു 30 മിനിറ്റ്സ് ബാക്കിൽ 2,500 രൂപ പ്രോഫിറ്റും വന്നു കണ്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക, ഈ എക്സ്പയറി ഡേറ്റ് ഒന്ന് പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് 2,500 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, 1 പോയിന്റ് നോട്ട് ചെയ്തോളൂ. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയായിരുന്നു? ഡിപ്ലോയ്മെൻറ്റ് 2.5 lakhs ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അത് മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് 3 lakhsനുള്ളിൽ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണം. ഫസ്റ്റ് വീക്കിൽ നമുക്ക് 2,500 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ക്ലോസ് ചെയ്തു. അടുത്തത് സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് എക്സ്പയറി 10th ആണ്, 16th ആണ് എക്സ്പയറി വരിക. സോ അതിന് നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചെയ്യണോ, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ളത് തന്നെ ചെയ്ത് നോക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി പോവാം. 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യുക, കോൾ ഓപ്ഷൻ. അതേമാതിരി 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. സെല്ല് ചെയ്തു, 2 ലെഗ് വെച്ച് നമ്മൾ സെല്ല് ചെയ്യുന്നു. തൊട്ടടുത്തുള്ള ഓരോ ലെഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈയും ചെയ്യുന്നു. ദാറ്റ്സ് എ സ്ട്രാറ്റജി. എന്നിട്ട് എന്താ ചെയ്യുക, സെല്ലേക്ക് എത്ര ആക്കുക, 2 എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബിൽഡറിൽ എങ്ങനെയാണ് അതേമാതിരി ഇതിനകത്ത് ചെയ്തേക്കുന്നത് കണ്ടോ, 2 ലെഗ് ബൈ ചെയ്തു. എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓപ്ഷൻ ട്രേഡറിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴ്പോട്ടേക്ക് കൊണ്ടുവരിക. അതായത് ഇങ്ങനെ 1, ഇതിനെയും താഴ്പോട്ടേക്ക് കൊണ്ടുവരിക 2. സോ ഈ രീതിയിൽ വേണം. കാരണം ആദ്യം ബൈ ലെഗിനെ വേണം നമ്മൾ പുഷ് ചെയ്യാൻ, എന്നിട്ട് വേണം നമ്മൾ സെൽ ലെഗിനെ പുഷ് ചെയ്യാൻ. ഓർഡറിൽ ഇങ്ങനെയാണ്. ഇത് ആദ്യം പോയി ട്രിഗർ ആകും, ഇത് ആദ്യം പോയി ട്രിഗർ ആകും, പിന്നെ ഇത് ട്രിഗർ ആകും, പിന്നെ ഇത് ട്രിഗർ ആകും. ബിക്കോസ് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം സെൽ ലെഗ് പോകുമ്പോൾ നമുക്ക് ഈ ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടാതെ പോകും. ആദ്യമേ തന്നെ ഫസ്റ്റ് ഓർഡർ തന്നെ സെൽ ഓർഡർ പോകുമ്പോൾ അതിനുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകത്തില്ല. സോ നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ ട്രേഡറിനകത്ത് നിങ്ങൾ ട്രേഡ് ബിൽഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ബൈയും സെല്ലും ചേർത്ത് നിങ്ങൾ ഒരു ഏത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്താലും സെൽ ലെഗ് താഴ്പോട്ടേക്ക് കൊണ്ടിട്ട് കൊടുക്കുക. ബൈ ലെഗ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ എൻഡ് പോയിന്റ് ഇവിടെ കുറച്ച് ഡോട്ട്സ് കാണാൻ കഴിയും. അവിടെ എത്തുമ്പോൾ ഏതാണ്ട് സ്റ്റാർ മാതിരി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ കർസർ അവിടെ ആ സ്റ്റാർ വന്നാൽ ഉടനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മൂവ് ചെയ്യും. താഴ്പോട്ടേക്ക് വരിക, മേൽപോട്ടേക്ക്. സോ സെൽ ലെഗ്സിനെ താഴ്പോട്ടാക്കുക, ബൈ ലെഗ്സിനെ മുകൾപോട്ടാക്കുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഈ സ്ട്രാറ്റജി ഇവിടെ ബിൽഡ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് മാക്സിമം കിട്ടാവുന്ന സാധ്യത 3800 ആണ്. ഇത് അൾട്ടിമേറ്റ്ലിയാണ്. 7000 എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടാർഗറ്റാണ്. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമുക്ക് റീസണബിൾ എക്സ്പെക്റ്റേഷൻ എത്രയാണ്? 3800. പ്രോബബിലിറ്റി എത്രയാണ്? 79%. നമുക്ക് നോക്കാം ഓരോ ദിവസത്തെ റിസൾട്ട് നോക്കാം. 78 റുപ്പീസ് പ്രോഫിറ്റ്, 2000 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ട് 3000 മൈനസിലേക്ക് പോയി. എൻഡ് ഓഫ് ദ ഡേയിൽ വന്നപ്പോഴേക്കും അത് 3000 മൈനസിലായിരുന്നു. 700 ദെൻ വീണ്ടും അത് വന്നു, വീണ്ടും കുറഞ്ഞു, വീണ്ടും 1000 റുപ്പീസ്, വീണ്ടും 800, വീണ്ടും 700, വീണ്ടും 1300, വീണ്ടും 600 മൈനസ്. 4 മണിയായപ്പോഴേക്കും 1900. നോക്കൂ, 3 മണി. ഇതിനിടയ്ക്ക് നമുക്ക് ഒരു അതേ ദിവസം, അതായത് എക്സ്പയറി ഡേ നിന്ന് നമുക്ക് മാക്സ് പ്രോഫിറ്റ് വന്നത് എത്രയാണ്? 1300. അതിനും നമുക്കൊരു ഓരോ മിനിറ്റ് മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ സാധ്യത കിട്ടാൻ 1600, 1800. കണ്ടോ, നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ടൈമിങ്ങിൽ വരുന്ന പ്രോഫിറ്റ്സ് നമുക്ക് കാണാൻ കഴിയാത്തത്. നോക്കൂ, 1900 നമുക്ക് മാക്സിമം 3800, 1800, 1400 കുറഞ്ഞു, പിന്നെ അത് തിരിച്ച് 900 വരെ നമുക്ക് 1900 വരെ നമുക്ക് പ്രോഫിറ്റ് വന്നു. ഇത് കണ്ടോ, 1900 വരെ 1950 വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചതാണ്. സോ ദിസ് സ്ട്രാറ്റജി ഇത് നമ്മുടെ മാക്സിമം
ലോസ് ഇല്ലല്ലോ. നമ്മുടെ സ്ട്രാറ്റജിയുടെ അതും എക്സ്പയറി ആയിരുന്നു ഉച്ചയ്ക്ക് 12:30 മണി, അതിന് മേളിലൊന്നും എക്സ്പയറി ആയിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, സോ 1950 എന്ന് പറയുന്നത് 1750 ആയിക്കോളൂ. 1750 റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിച്ചു. ആദ്യത്തതിൽ എത്രയാ, ഞാൻ മറന്നുപോയി, അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതിൽ 1950 റുപ്പീസ്, അതിലും അറൗണ്ട് 2000 സംതിങ് ആയിരുന്നു നമുക്ക് മാക്സിമം കിട്ടേണ്ടുന്ന പ്രോഫിറ്റ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ 1950 റുപ്പീസ്. സോ 2 വീക്സ് കഴിഞ്ഞു. ദെൻ ദ തേർഡ് വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 17th സ്റ്റാർട്ട് ചെയ്യുന്നു, 23 ജൂണിൽ എക്സ്പയറി ആകുന്നതാണ്. സോ വീക്കിലി എക്സ്പയറി. നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? വെറും 2000 രൂപയോ 1500 രൂപയൊക്കെ ലാഭം കിട്ടുന്നത്, അത് എങ്ങനെ ശരിയാകും? പക്ഷേ അത് നിങ്ങൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഡെപ്ത് എത്ര മാത്രമാണെന്ന്. ഇത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ പ്രോ ട്രേഡേഴ്സ്. നമ്മൾ വെറും ഒരു ലോട്ടിൻ്റെ കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്. വലിയ ഭീമന്മാർ, കാശ് ഒരുപാട് ഡിപ്ലോയ് ചെയ്ത് ചെയ്യുന്നവരൊക്കെ ഇത്തരം സ്ട്രാറ്റജീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് കുറച്ച് പ്രോഫിറ്റ് മതി. ബിക്കോസ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനോടൊപ്പം അതിൽ നിന്ന് ജനറേറ്റ് ആകുന്ന പൈസ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ശരി, ഇനി വേറെ ഏത് രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താൽ പോലും പെർ ആനം വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും റിട്ടേൺ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്തത്. സോ ഇവിടെ ബൈ ഡിഫോൾട്ട്, എനിക്ക് സമയമില്ല ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ബൈ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെ നോക്കാൻ നമുക്ക് നോക്കൂ. ബാറ്റ്മാൻ സ്ട്രാറ്റജി ക്രിയേറ്റ് 250 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയുടെ അതാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്താ സംഭവിക്കും നോക്കാം. ബാറ്റ്മാൻ ഇപ്പോൾ 2500 5000 രൂപ വരെ പ്രോഫിറ്റ് വന്നു. 23-ാം തീയതി എക്സ്പയറിയാണ്. ഇത് 5700, കറക്റ്റായിട്ട് എക്സ്പയറി ഡേ ആയിരുന്നു. 5700 രൂപ പ്രോഫിറ്റ് രാവിലെ. ദെൻ അത് വൈകുന്നേരത്തിനുള്ളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? മാക്സിമം നമുക്ക് പറഞ്ഞേക്കുന്നത് 5800 രൂപയാണ്. ഇപ്പോൾ 860 രൂപ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. മാക്സിമം പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു, അത്ര 97% ആയിക്കഴിഞ്ഞു. സോ ഇത് ഓൾറെഡി നമുക്ക് കിട്ടേണ്ടുന്നതിൻ്റെ മാക്സിമം കിട്ടിക്കഴിഞ്ഞു, 5800 റുപ്പീസ്. സോ ആദ്യത്തെ ഇതിപ്പോൾ ഈ മാസത്തെ 5800 ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യാപ്തി. തൊട്ട് മുന്നത്തെ ആഴ്ചയിൽ 1750 കൂട്ടിയാൽ മതി. അതിന് മുന്നത്തെ ആഴ്ച 2000 രൂപ എന്തോ ആണ്, ഞാൻ റഫ്ലി അതും എൻ്റെ ഓർമ്മ മറന്നുപോയി. അത് ഒരു 1750 തന്നെ വെച്ചോളൂ. 3 ആഴ്ച കൊണ്ട് നമുക്ക് കിട്ടിയത് 9300 റുപ്പീസ് നെറ്റ് പ്രോഫിറ്റ്. ഞാൻ അതവിടെ മാറ്റി വെച്ചേക്കാം. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ലോസ് വരികയാണെങ്കിൽ അത് നമുക്ക് കഴിക്കണ്ടേ. സോ അടുത്തത് വീണ്ടും ബൈ ഡിഫോൾട്ടായിട്ട് ക്ലിയർ ചെയ്തു. സോ നെക്സ്റ്റ് എക്സ്പയറി 24th എടുത്തു. ജൂൺ 30th എക്സ്പയറി ആകുന്നത് ബൈ ഡിഫോൾട്ടാണ്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ടൈമില്ല. സോ ബൈ ഡിഫോൾട്ട് ഞാൻ നോക്കുന്നു. ബൈ ഡിഫോൾട്ട് 9:30. നമുക്ക് ബാറ്റ്മാൻ സ്ട്രാറ്റജി വേണം. ബാറ്റ്മാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. മാക്സ് പ്രോഫിറ്റ് 5000 രൂപയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ 4600, 5000 ഇല്ല 4900. സോ കറക്റ്റായിട്ട് 30th മോർണിംഗ് വന്നു. അപ്പോഴേക്കും നമുക്ക് 4600 പ്രോഫിറ്റ്. സോ ഓരോ 30 മിനിറ്റ്സ് മുന്നോട്ട് പോയി എൻഡ് ഓഫ് ദ ഡേ വരെ നമുക്ക് നോക്കാമല്ലോ. എക്സ്പയറിഡ് ആകുന്ന അവസാനിക്കുന്നത് വരെ എന്താ സംഭവിക്കുന്നത് നോക്കും. 4900, അതേ 4900 പറഞ്ഞേക്കുന്ന അതേ 4900 നിൽക്കുന്നു. മണി 3 ആയി. 2:30 മണി 3 ആയപ്പോഴേക്കും 4947. 4900 കൂട്ടുന്നു പ്ലസ് 4900. ദ ഹോൾ മന്ത് ടോട്ടൽ ക്യാപിറ്റൽ 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ നിങ്ങളുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 14,200 രൂപ. അതിൽ നിങ്ങളുടെ 4 ആഴ്ചത്തെയും നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സ്, ബൈയും സെല്ലും എല്ലാം ചേർത്തിട്ട് വെറും നമുക്കങ്ങനെ നമ്മൾ ഓവർ ട്രേഡൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓരോ ആഴ്ചയിലും ഒരു ട്രേഡെല്ലാം ചെയ്യുന്നുള്ളൂ. ഇത് എല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന, നമ്മൾ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് ഒരു ഓർഡർ ആയിട്ടല്ലേ കൺവേർട്ട് ആകുന്നത്. സോ ഓവർ ട്രേഡ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ട്രേഡ് ഒരാഴ്ചയിൽ അതിൻ്റെ ബൈ, അതിൻ്റെ എക്സിറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ സെല്ല്. ബൈ മീൻസ് ബൈ അല്ല ഉദ്ദേശിക്കുന്നത്, ഡിപ്ലോയ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബൈയും സെല്ലും ലെഗുകളെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ല. ഇനി എത്ര വന്നാലും ടോട്ടൽ നമുക്ക് ഈ പറയുന്ന 14,200 നിന്നും അതിലൊരു 2,000 റുപ്പീസ് പോട്ടെ, 12,500 വെച്ചോളൂ. ആവറേജ് നമുക്ക് 12,500 കിട്ടി. അതായത് 3 ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയത് 12,500 റുപ്പീസ്. അതായത്
5% എന്ന് പറഞ്ഞാൽ 15,000, ഓൾമോസ്റ്റ് 5%നും അതിപ്പോൾ 4% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 3 lakhs ടോട്ടലാണ്. നിങ്ങൾ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ മാത്രമല്ല, നിങ്ങൾ അക്കൗണ്ടിൽ ശേഖരിച്ച് വച്ചേക്കുന്ന ക്യാപിറ്റലിനെയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഡിപ്ലോയ്മെൻറ്റ് മാത്രമാണെങ്കിൽ നമുക്കിത് 5% എൻ്റെ എബോ വന്നു. 3 lakhsൻ്റെ 1% എന്ന് പറഞ്ഞാൽ 3,000, അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4% എത്രയാണ്? 3 × 4 12. അപ്പോൾ കറക്റ്റായിട്ട് 4% പ്ലസ് വന്നു. ആ പ്ലസ്സിനെ വിട്ടേക്കൂ. ഒരു മാസം നിങ്ങൾക്ക് 4%. അത് കഴിഞ്ഞ മാസം. പക്ഷേ അതിൻ്റെ അടുത്ത മാസം എത്ര കിട്ടി? നമുക്ക് 4% കിട്ടിയോ? ജൂലൈയിൽ നമുക്ക് കിട്ടിയത് 4% കിട്ടിയില്ല, മൈനസിലായിരുന്നു ആ ഹോൾ മന്ത് നമുക്ക്. പക്ഷേ മൈനസ് പോയി. എങ്ങനെ? എന്ത് മൈനസാണ് പോയത്? നമ്മുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഈ 2 മാസത്തെയും കൂടെ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും ഒരു 500-1000 രൂപ നമ്മുടെ ടോട്ടൽ ചിലവ് ഉൾപ്പെടെ കാരണം 2 ആഴ്ച പ്രോഫിറ്റിൽ വന്നു, 2 ആഴ്ച ലോസിൽ പോയി. ആ ലോസിൽ പോയതിൻ്റെ 90% മുകളിൽ ശതമാനം നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു 2 ആഴ്ചയ്ക്കുള്ളിൽ. എന്നാൽ പോലും ഒരു 1000 രൂപ അതിൽ ലോസ് പോയാലും വീണ്ടും 11,500 രൂപ നിങ്ങൾക്ക് ആവറേജ് റേഞ്ച് നോക്കിയപ്പോൾ അത് ഈ 2 മാസത്തെ ഗ്യാപ്പ്. പക്ഷേ അത് 12 മാസം പോകുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വരാൻ മോസ്റ്റ് പ്രോബബിളി കഴിഞ്ഞ നോക്കൂ, ജൂൺ മാസത്തിൽ മുഴുവൻ മാസവും നമ്മൾ കൃത്യമായിട്ട് ആ ടാർഗറ്റിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നു എന്നുള്ളതാണ്. സോ അതേമാതിരി അപ്പോൾ ടോട്ടൽ നമ്മൾ 8 ട്രേഡ്സ് ഇവിടെ നിങ്ങൾ എടുക്കേണ്ടുന്ന പോയിന്റ് ഇതാണ്. മൊത്തം നമ്മൾ 8 ട്രേഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. 8ൽ നമ്മൾക്ക് ഫെയിലായത് എത്രയാണ്? 2 ട്രേഡാണ് നമുക്ക് ഫെയിലായത്. അപ്പോൾ 2:6 അല്ലേ? അപ്പോൾ 8 എണ്ണത്തിൽ 2 ട്രേഡ് ലോസ്, 6 ട്രേഡ് നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നു. സോ ഇതാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയോ? ഈ പറയുന്ന ടെസ്റ്റിംഗ് പീരീഡിൽ ഏതെങ്കിലും നിഫ്റ്റി എങ്ങോട്ട് പോകും, ഏത് ഡയറക്ഷനിൽ പോകും, എന്ത് ന്യൂസാണ്, ഗ്ലോബൽ ന്യൂസ് കഴിഞ്ഞ് പോയ 2 മാസത്തെയാണ് നമ്മൾ ആകെ അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിഞ്ഞു പോയ 2 മാസത്തെ റിയൽ ഡേറ്റയാണ് നമ്മൾ പരിശോധിച്ചത്. ആ റിയൽ ഡേറ്റയിൽ നമുക്ക് ലഭിച്ച റിസൾട്ട് എന്താണ്? നമ്മൾക്ക് ഒരു തരത്തിലും നമ്മൾ മാർക്കറ്റിനെ പറ്റിയിട്ട് ഇൻസൈറ്റ് ഉള്ളവരോ മാർക്കറ്റിൻ്റെ ശരിക്കുള്ള അനാലിസിസിനെ പറ്റിയോ ഒന്നും നമ്മൾ നോക്കേണ്ടി വന്നില്ല, അല്ലേ? നമ്മൾ സ്ട്രെയിറ്റ് അവേ ഡിപ്ലോയ്മെൻറ്റ് എന്താണ്? ATM നിന്നും 500 points ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ, 500 points ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനിലെ 2 ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. ദെൻ അതിന് തൊട്ടടുത്തുള്ള ഓരോ ലോട്ട് നമ്മൾ ബൈ ചെയ്യുന്നു, കോളിൻ്റെയും പുട്ടിൻ്റെയും. അപ്പോഴേക്കും ബാറ്റ്മാൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ആകും. ഇത് നിങ്ങൾ ബാറ്റ്മാൻ തന്നെ ഉപയോഗിക്കണമെന്ന് ഇല്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് സ്ട്രാങ്കിളിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് ബാറ്റ്മാനായിട്ട് മാറുന്നത്. സ്ട്രാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ ബൈ ലെഗ് ഇല്ലാതെ പ്യുവർലി 2 സെൽ ലെഗ് മാത്രം, അപ്പോഴും നിങ്ങൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടും. അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബാറ്റ്മാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ കുറച്ചുകൂടെ കുറവുള്ളവർ നിങ്ങൾക്ക് ബാറ്റ്മാന് പകരം സ്ട്രാങ്കിളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. നോക്കൂ, നിങ്ങൾക്ക് ചാർട്ട് അനാലിസിസ് വേണ്ട, പ്രൈസ് ആക്ഷൻ പഠിക്കേണ്ട, ഒന്നും പഠിക്കേണ്ട. ഈ സ്ട്രാറ്റജി എങ്ങനെ ധനിൽ കയറിയിട്ട് എങ്ങനെ സ്ട്രാറ്റജി ബിൽഡറിൽ കയറി. മറ്റത് നമ്മൾ നോക്കിയത് പ്രീവിയസ് ഡേറ്റയെ പറ്റിയാണ്. നമുക്ക് ഇനി വേണ്ടുന്ന പ്രസൻറ്റാണ്. പ്രസൻറ്റിൽ നമുക്ക് എന്ത് വേണം? ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ വേണം. അതുപയോഗിച്ച് നിങ്ങളിത് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഒരാഴ്ച പരാജയം കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതെനിക്ക് പറ്റത്തില്ല, പേടി തോന്നിയാൽ അങ്ങനെ പേടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. ഒരാഴ്ച പരാജയം തോന്നി, എത്ര പരാജയപ്പെട്ടു നമ്മൾ നോക്കും. മാക്സിമം ലോസ് നമുക്ക് എത്ര വന്നു എന്ന് കണ്ടില്ലേ? അത് ഒരു 3000-4000 റേഞ്ചിലേക്കൊക്കെ തന്നെയാണ് മാക്സിമം ലോസ് വന്ന് നിൽക്കുന്നത്. ആ റേഞ്ചിനപ്പുറം പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമുക്ക് റീസണബിളായിട്ട് മാർക്കറ്റല്ലേ, നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് പണമാണ്. അത് ചിലപ്പോൾ അത് അങ്ങോട്ട് പ്ലസും മൈനസും ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, അല്ലാതെ അത് ലാഭം നഷ്ടമായിട്ട് കാണണ്ട. സോ ദാറ്റ്സ് ബിക്കോസ് വി ഓൾറെഡി ഹാവ് ക്യാപിറ്റൽ. നമ്മൾ മിനിമം 3 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ പോകാനും തയ്യാറെടുക്കാവൂ. ഓക്കെ, സോ താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് മാത്രം പോരാ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ല അല്ലെങ്കിൽ ഇത് വ്യക്തമായിട്ട് ക്ലാരിറ്റി വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി മനസ്സിലായിട്ടുണ്ടോ, അതല്ല ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് രേഖപ്പെടുത്താം. എനിക്ക് കുറച്ചും കൂടെ അത് ഇൻസൈറ്റ് കിട്ടും. അല്ല ഞാൻ ഈ രീതി തന്നെ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
Investments in the securities market are subject to market risk. Read all the related documents carefully before investing.